Good morning, all. Good morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദിയുണ്ട്. ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ടീച്ചർ സാറാണ്. സാറ് നമുക്ക് മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് ബാങ്കറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സർ Happy morning. സ്റ്റാർട്ട് ചെയ്യാൻ. Happy morning. Yes. Good morning. Morning. ആദ്യമായിട്ട് വിംബിൾ അക്കാദമിയോടുള്ള എൻ്റെ കൃതജ്ഞത, സ്നേഹം. പിന്നെ ഇവിടെ നമ്മൾ ഒരുമിച്ച് കുറച്ച് പേരുള്ളൂ എങ്കിലും ആളുകളുടെ എണ്ണമല്ലല്ലോ കാര്യം. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മൈ ലവ്. ഓക്കെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സൈലൻസ് ദ സൂപ്പർ പവർ. നമുക്കറിയാം, വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. വാക്കുകൾക്ക് ഒത്തിരി ഹീലിംഗ് പവർ ഉണ്ട്. അതിൻ്റെ ഒരുപാട് 100 times 1000 times പവർഫുൾ ആണ് സൈലൻസ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടു കാണും, സങ്കടത്തിലൊക്കെ നിൽക്കുന്ന ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളൊന്നും പറയേണ്ടതുണ്ടാവില്ല. നിങ്ങളൊന്ന് ചേർത്ത് നിങ്ങളോടൊന്ന് ഹഗ് ചെയ്തങ്ങ് പിടിച്ചാൽ മാത്രം മതി. അവിടെ നിങ്ങളുടെ വാക്കുകളല്ല വർക്ക് ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ സ്നേഹമായിരിക്കാം, നിങ്ങളുടെ ടച്ച് ആയിരിക്കാം. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ വൊക്കൽ കോഡിന് പറയുന്ന ഒരു പേരുണ്ട് സംസ്കൃതത്തിൽ, വിശുദ്ധി ചക്ര എന്ന് പറയും. വിശുദ്ധി ചക്ര, വൊക്കൽ കോഡ്. അപ്പോ അതാണ് വാക്കിന്റെ ശക്തി. അതിനും എത്രയോ അപ്പുറത്താണ് സൈലൻസിന്റെ ശക്തി. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ സപ്പോർട്ടീവായിട്ട് BC 300-നും ദെൻ 5th ഇടയ്ക്ക് കൃത്യമായിട്ട് അതിന്റെ കാലം അങ്ങനെയാണ് അവർ പറയുന്നത്. BC 300-നും 5ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഇതിന്റെ രചനാകാലം. ടെക്സ്റ്റിന്റെ പേര് ഇപ്പോഴും പറഞ്ഞില്ല. ഇത് നമ്മളെല്ലാവരും ബേസിക്കലി വി ഓൾ ആർ ഫ്രം ദ്രവീഡിയൻ കൾച്ചറാണ്. ആന്ധ്രയായാലും തമിഴ്നാടായാലും കേരളയൊക്കെ ഒരു ദ്രവീഡിയൻ കൾച്ചറാണ്. ദ്രവീഡിയൻ കൾച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോളി ടെക്സ്റ്റ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ ആ ടെക്സ്റ്റിന്റെ പേര് തിരുക്കുറൽ എന്ന് പറയും. തമിഴ് പശ്ചാത്തലത്തിലുള്ള ഒരു പുസ്തകമാണ്. തമിഴാണ് എൻ്റെ ലാംഗ്വേജ്. തിരുക്കുറൽ എഴുതിയിരിക്കുന്ന ഓതറ പേര് തിരുവള്ളുവരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കാലം ഞാൻ പറഞ്ഞു, BC 300. നമുക്ക് ആലോചിക്കാം, ഇപ്പൊ നമ്മൾ കാണുന്ന മിക്കവാറും ടെക്സ്റ്റുകളൊക്കെ വന്നത് അതിന് വളരെ ശേഷമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് തിരുവള്ളുവർ എന്താണ് പറയുന്നത്, എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളത്, ഈ ടെക്സ്റ്റിന്റെ പ്രാധാന്യം എന്താണ്. ഇത് ഏകദേശം 1330ഓളം ഇതിന്റെ സ്ട്രക്ചർ 1330 കപ്ലറ്റ്സ് അല്ലെങ്കിൽ കുറൽസ് ആണ് അതിലുള്ളത്. 133 ചാപ്റ്റേഴ്സ് ഉണ്ട്. 133 ചാപ്റ്റർ. ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ 2 വരികളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ കുറള് മാത്രമേ നമ്മളവിടെ പറയുന്നുള്ളൂ. ആകെ 2 വരിയുള്ള കാര്യം. ദാറ്റ് ഈസ് മോർ ദാൻ എനഫ് ഫോർ ഓൾ ഓഫ് us. ഐ തിങ്ക് സോ പറയുന്ന കാര്യം ഇതാണ്: അഴകാന പേസ്, അരുമயான பேசு, சபையறிந்தும் பேசு, സമയമറിந்துം பேசு, பேசி பேசி பேசாതിരുന്നും പഴക്. തമിഴായതുകൊണ്ട് ഞാൻ ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ തമിഴ്. പണ്ട് കേട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് സജ്ജന മാം പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ടെക്സ്റ്റ് ഇതാണ്. ഇത് കാരണം ഇത്രയും ലോകത്ത് ഇത്രയും പ്രാധാന്യം ഇതിനുണ്ടാവണം. കാരണം ഇതൊരു യൂണിവേഴ്സൽ മോറൽ ടീച്ചിങ് ആണ്. മുഴുവനായിട്ട് 1330 യൂണിവേഴ്സൽ മോറൽ ടീച്ചിങ്സ് ആണ്. അപ്പൊ നമ്മൾ സംസാരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അഴകാന പേസ്, അരുമയാന പേസ്, അല്ലെ? സമയമറിந்துം പേസ്, സഭയറിந்துം പേസ്, പെസാതിരുന്നും പഴക് എന്നാണ്.
ഇപ്പൊ നമ്മൾ സമയം അറിഞ്ഞ് ഇപ്പൊ നമ്മളൊരു മരിച്ച വീട്ടിൽപ്പെട്ട് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ ഒച്ച സംസാരിക്കുമോ? അപ്പൊ ആ സമയത്ത് എന്തല്ല, ദാറ്റ്സ് എ സൈലൻസ് ആണ്. നമ്മുടെ പ്രയർ വേണ്ട ഒരു പ്ലേസ് ആണ് ആരെങ്കിലും മരിച്ചിട്ടുണ്ട സമയത്ത്. ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴല്ല, എങ്ങനെയാണ് കടന്നുകൂടിയുള്ളതാണ്. നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ടല്ലോ എങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ അറിയാതെ കൈ ജസ്റ്റ് നമ്മുടെ നെഞ്ഞത്തേക്ക് വരും. ഒരു പ്രെയറാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഒരു സോൾ ഇവിടുന്ന് പോയിരിക്കുകയാണ്. അത് സേഫായിട്ട് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ആ വിശ്വത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിയിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. സോ ഒരു പ്രയർഫുൾ മൈൻഡാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ നമുക്ക് ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എവിടെയാണ് സമയം അറിയാതെയാണ്. എന്താണ് പറയേണ്ടത്, എങ്ങനെ പറയണം, എത്ര പറയണം. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാനൊരു പറഞ്ഞൊരു ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗസ്റ്റ് ആണ്. ആ ഗസ്റ്റിന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോടൊന്ന് ഷൗട്ട് ചെയ്ത, അല്ല നിങ്ങളുടെ വൈഫ് നിങ്ങളെ ഹസ്ബൻഡിനോട് ഷൗട്ട് ചെയ്ത ആ സിറ്റുവേഷൻ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഷൗട്ട് ചെയ്യുമ്പോൾ ഒരു ശബ്ദം ഉയർത്തിയിട്ട് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷന്റെ ആ ബ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് പോലെ വേണ്ട. ഇത് വേണ്ട, നമ്മൾ നോക്കാം, വീണ്ടും നോക്കാം. നമ്മൾ മക്കളെ ഇപ്പം ഫോർ എക്സാമ്പിൾ വീട്ടില് നമ്മുടെ മക്കളെ നമ്മൾ കുറച്ച് ശബ്ദത്തിൽ വഴക്ക് പറയാം. സിറ്റുവേഷൻ ഉണ്ടാവും, പറയണമെന്നല്ല, പറയേണ്ടതുണ്ട്. ഇനി അതല്ല, എപ്പോഴും നമ്മൾ വഴക്ക് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നൊരു വൈബ് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ പറയാം. ചില വീട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാം കൂൾ ഫീലിംഗ് ആണ്. നമുക്കറിയാം വീടിന്റെ എനർജി എന്ന് പറയുന്നത് പ്രയർഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇത് നമ്മുടെ ഈ ഖുറാനിൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഹീൽ ചെയ്യാനും നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ആളുകൾ ഹേർട്ട് ചെയ്യാനും ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണമെന്നാണ് ഇതിൽ പറയുന്നത്? പേശാതിരുന്നും പഴക്. പേശി സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എന്നാണ് നമ്മൾ എന്താ പേശാതിരുന്നും പഴക് എന്ന് പറഞ്ഞാൽ നമ്മള് സംസാരിക്കാതിരുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ സൈലൻസിന്റെ ഒരു ഇൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൈലൻസ് ഈസ് എ ലാംഗ്വേജ് ഓഫ് വോയിസ് എന്ന് പറയും. സൈലൻസ് എന്ന് പറയുന്നത് ഈസ് എ ലാംഗ്വേജ് ഓഫ് വോയിസ്. അറിവുള്ള ആളുകളുടെ വോയിസ് ആയുള്ള വിസ്ഡത്തിന്റെ ഒരു സൈനാണ് എന്ത്? സൈലൻസ് എന്ന് പറയുന്നത്. ഇപ്പം സെബുദനൊക്കെ പറയുന്നത് നമ്മള് സൈലൻസിനെക്കാട്ടിയും ബെറ്റർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൈലൻസിനെ കൊണ്ട് പറ്റാതെ വരുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ സന്ദർഭം ഉണ്ടാവത്തില്ല. ഇപ്പൊ നമുക്ക് പലപ്പോഴും സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേർഡ്സിന്റെ ഒന്നും ആവശ്യമില്ല. മുത്തേ ചക്കരെ വാവേന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇഫ് ദർ ഈസ് എ ലവ് ഇൻ യുവർ ഹാർട്ട്, അല്ലെ, ഇഫ് ദർ ഈസ് എ ഹാർട്ട്, അല്ലെ, നമ്മളൊരു പേഷ്യന്റിനെ കാണുമ്പോൾ, ഒരു സുഖമില്ലാത്ത ആളെ കാണുമ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയണം. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സങ്കീർണമാക്കാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ, പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. 3 years ബാക്ക് നമ്മൾ അരുണിമ സിൻഹയൊക്കെ ഒരുപാട് കേട്ട് കാണും നിങ്ങൾ. 2 കാല് ട്രെയിനിന് വീണ് കാലൊക്കെ കട്ട് ചെയ്തു. അരുണിമ സിൻഹയെ അത്ഭുതകരമായ തിരിച്ചു കയറിനെ കുറിച്ചിട്ട് സോ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഒരു 3 years ബാക്ക് 2023 ഞാന് വിഷുവിന് അടുക്കാൻ പോയി. ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം കൊണ്ടുള്ള വിഷുവിന് മൂന്നാമതോ കംപ്ലീറ്റഡ് 3 years വരാൻ പോകുന്നു. വിഷുവിന്റെ തലേ ദിവസം ഒരാഴ്ച മുമ്പ് പടക്കം ഒക്കെ വാങ്ങിച്ച് ക്രാക്കേഴ്സ് ഒക്കെ വാങ്ങിച്ചൊക്കെ റെഡി ആയി നിൽക്കുകയാണ്. വിഷുവിന്റെ തലേ ദിവസം പുറത്തേക്ക് പോകുന്ന സമയത്ത് വൈഫ് പുറത്തെ മാറാലയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹൈറ്റ്സിലായതുകൊണ്ട് മതിലിന്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് തട്ടാൻ കയറിയതായിരുന്നു. വർത്താനം പറഞ്ഞ് തിരിയുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എന്റെ ശ്രദ്ധ മാറുകയും ഞാൻ താഴത്തേക്ക് വീഴുകയും ചെയ്തു. വീഴുമ്പോൾ ഞാൻ അറിയുന്നുണ്ട് ഇപ്പുറത്ത് വൈഫ് നിൽക്കുന്നുണ്ട്, വൈഫും കൊച്ചും ഉണ്ട്. അങ്ങോട്ട് ചാടി അവരെ മേലേക്കാണ്. അപ്പൊ എനിക്ക് സേവ് ചെയ്യേണ്ടത് എന്റെ ചെറിയ കൊച്ചിനെയും വൈഫിനെയും. ഞാൻ അപ്പൊ ഇപ്പുറത്തെ കുറച്ചുകൂടി താഴ്ചയുള്ള റോഡിലേക്കാണ് ചാടുന്നത്. ആ സെക്കൻഡില് സേവ് മൈ ചിൽഡ്രൻ, മൈ വൈഫ്. അപ്പം സേഫ് ആയിട്ട് തന്നെയാണ് ഞാൻ ചാടുന്നത്. അത്ര ഒരു 8 അടിയൊക്കെ ഉള്ളൂ. കാരണം വീടിന്റെ താഴ് ഭാഗമാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ആണ് അവിടെ ഉള്ളത്. കരിങ്കല് ഭാഗീകരിക്കാണ്. വീണപ്പോ ഞാനൊന്നും പ്രതീക്ഷപ്പെടുത്താം, ചെറുതായിട്ടൊന്ന് ഇരുന്നു, പെയിൻഫുൾ ആണ്. അപ്പൊ എഴുന്നേക്കാൻ പറ്റാത്തപ്പം മകനെ വിളിച്ചു. അവൻ വരുമ്പം അവന്റെ തോളിൽ പിടിച്ചു ചെന്നു. അങ്ങനെ ജസ്റ്റ് ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ വേദന വന്നപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ അവൻ ഫസ്റ്റ് ടൈമാണ് കാർ എടുക്കുന്നത്. അവന് കാർ ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് ഒന്നുമില്ല. അപ്പൊ ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോ നിയറസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് കാർ എടുക്കാം, നീ ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞു. അധികം ഒരു 1/2 kilometers കുറവുള്ളൂ. അവൻ കാർ എടുത്തു. അവൻ 18 വയസ്സാവുന്നില്ല, 18 വയസ്സായിട്ടില്ലെന്ന് അവൻ. അപ്പൊ കാർ എടുത്തു, ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം
ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചർ ആണ്. അപ്പം പിന്നെ വേറെ രക്ഷയില്ല. പിന്നെ ടൗണിലേക്ക് അവൻ ഡ്രൈവ് ചെയ്യണം. അവൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു, സിറ്റുവേഷൻ വരുന്നു, അവൻ ഡ്രൈവ് ചെയ്യുന്നു. നാഷണൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പം പറഞ്ഞു മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആണ്. ഒരു കാലിന് മൾട്ടിപ്പിൾ ഫ്രാക്ചറും വേറെ കാലിന് ഫ്രാക്ചർ ഉണ്ട്. ഓക്കെ, ഇത് സംഭവം അതാണ്. അപ്പൊ 3-ാം വർഷത്തിലേക്ക് കിടക്കുന്ന കാല് പൊട്ടിയിട്ട് തിരിച്ച് വരുന്നു. അപ്പൊ ആ സമയത്ത് പറഞ്ഞു, അവിടെ നിന്ന് എന്റെ മനസ്സാന്നിധ്യം പറഞ്ഞു, നാളെ വിഷുവാണ്. കാരണം അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞിട്ട്, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിഷുവിന്റെ രാവിലെ ഞാൻ വരും, നമുക്ക് ടെമ്പിളിൽ പോവാം, എന്നിട്ട് വീട്ടിൽ വരാന്നാ പറഞ്ഞത്. അപ്പൊ ഹൗ ടു പ്രസന്റ് ബിഫോർ മൈ മദർ. അപ്പൊ അമ്മയോട് പറയണ്ടെന്നുള്ള ഡിസിഷൻ എടുത്തു. ദെൻ അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് പ്ലാസ്റ്റർ ചെയ്ത് നമുക്ക് പോകാം, എന്തായാലും സർജറി ഉണ്ട്, ഇപ്പൊ പ്രയാസമാണ്, നിങ്ങൾ അടുത്ത ദിവസം വന്നോളൂ. അപ്പൊ താൽക്കാലികമായിട്ടൊരു പ്ലാസ്റ്റർ ഒക്കെ കാലിന് ചെയ്തിട്ട് തിരിച്ചു പോരാണ്. ദെൻ ജസ്റ്റ് യങ്ങ സിസ്റ്റർ വിളിച്ച് വിവരം പറഞ്ഞു, അമ്മയെ കൂട്ടണ്ട, നീ അമ്മയെ കൂട്ടണം എന്ന് പറഞ്ഞു വെച്ചു. ഈ സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളൊരു അസുഖമൊക്കെ വരുമ്പോൾ വരുന്ന ആളുകളുടെ ഒരു രീതികളുണ്ട്. അപ്പൊ 2 കാലം പൊട്ടിയപ്പോൾ ഭയങ്കര എക്സ്പെർട്ട് ഒപ്പീനിയൻ, ഇനി എന്തായാലും പഴയ പോലെ നടക്കാൻ പറ്റില്ല, എന്തായാലും ഇനി പഴയ പോലെ എന്താ ഒരു കാരണം ഇത് കൊടുക്കാൻ ശക്തിയില്ലല്ലോ നടക്കണമെങ്കിൽ. അപ്പം ഈ ഇങ്ങനെ പലരൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ മനസ്സിൽ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്താണ് അങ്ങേയറ്റത്തെ അജഞ്ചലമായ വിശ്വാസം എനിക്കുണ്ട് ഈശ്വരനിൽ. മൂകാംബിക ദേവിയിലുള്ള എന്റെ അജഞ്ചലമായ വിശ്വാസം അതെന്ത് ചെയ്യുന്നുണ്ട്, എന്റെ മനസ്സിനെ ഞാൻ ഉറപ്പിച്ചു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഓക്കെ. ഇത് മാത്രമല്ല ഞാൻ ചെയ്തത്, ഇന്നിപ്പോ ഞാൻ പണ്ടത്തെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഈ ഒരു ദേവിയിലുള്ള അല്ല ഈശ്വരനുള്ള അതാലുള്ള എന്റെ വിശ്വാസം ഉറപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഞാനൊരു മാസീവ് ആക്ഷൻ ഇപ്പൊ എടുത്തു. എനിക്ക് ഒരു ഓൾ ഇന്ത്യ ലെവൽ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ഒരു 4-5% 100 പേരിൽ 5 പേരൊക്കെ പാസ്സാവുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ. എന്തായാലും 2-3 മാസം ഇനി എന്തായാലും ജോലിക്ക് പോകാൻ പറ്റില്ല. ശമ്പളത്തിന്റെ പ്രശ്നമല്ല, നല്ല ജോലി ഉള്ളതുകൊണ്ട് ആ ഒരു ഇഷ്യൂസ് ഇല്ല. അപ്പൊ അതൊരു വലിയ കാര്യമാണല്ലോ. ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. എന്റെ ഫോക്കസ് മുഴുവൻ ഞാൻ എവിടേക്ക് കൊടുത്തു, സ്റ്റഡീസിലേക്ക് കൊടുത്തു. പരീക്ഷ എഴുതാൻ ഞാൻ പോയിരുന്നത് വാക്കറൊക്കെ ഉപയോഗിച്ചിട്ടാണ്. വീൽ ചെയർ കഴിഞ്ഞ വാക്കറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്, വാക്കർ വെച്ചു. പക്ഷെ പരീക്ഷ എഴുതാൻ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഈ വാക്കറായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഭീകരമായ സിറ്റുവേഷൻ, പെയിൻഫുൾ ആയിട്ടുള്ള. പക്ഷെ ഞാൻ ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കൈ ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ ചെല്ലുന്ന ഒരാള് സ്വാഭാവികമായിട്ട് ആളുകൾ ശ്രദ്ധിക്കല്ലോ. ഞാന് പരീക്ഷ എഴുതി, പരീക്ഷ ക്ലിയർ ആയി. ഇപ്പം തന്നെ ഞാൻ ഒരു 5:15 ഉണ്ടായ സംഭവം, ലാപ്പ് ഓൺ ചെയ്യാൻ സമയം ലാപ്പിനൊരു പ്രശ്നം വന്നു. നമുക്ക് ഒട്ടും പാനിക് ആവുന്നില്ല, കാരണം എന്താ, ലാപ്പിലൊക്കെ നമ്മൾ മൊബൈലിൽ കയറും. ഇപ്പൊ ഇങ്ങനെ ഇത് നമ്മളെ ലേണിംഗ് ആണ്. എന്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നമ്മളെ ആര് രക്ഷിക്കും, നമ്മളെ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന നമ്മുടെ ഒരു വിശ്വാസമുണ്ട്. ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ട് എന്ന ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, രക്ഷിച്ചെടുക്കും എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. എന്ന് മാത്രമല്ല, നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവൃത്തിയൊക്കെ വേറെ ആൾക്ക് എന്തായി മാറണം, നന്മയെ മാറണം, വെർച്യു ആയിരിക്കണം. വേറെ ആളുടെ നന്മയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ സംസാരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, മിണ്ടാതിരിക്കുന്നത്. ദാറ്റ് ഈസ് ബെസ്റ്റ്. നിങ്ങൾക്ക് ഒന്നും പറയാൻ, നിങ്ങൾ ആശ്വസിച്ചിരുന്നോ, പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാതിരിക്കുക. ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് ഓൾ ഓഫ് യു. ഇഫ് പോസിബിൾ പോവാതിരിക്കുക. ഇനി തീരെ ആളുകളുടെ ഈ സോഷ്യൽ ഇതൊക്കെ ഉണ്ടല്ലോ, പോണം ആളുകളുടെ ഇടയിൽ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അല്ല, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, അവരെ ബോധ്യപ്പെടുത്താനൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പ്രസൻസ് മസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പോവുക. പോയാൽ തന്നെ പരമാവധി എന്ത് ചെയ്താൽ മതി, മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡീപ് പ്രയർ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അറിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലേസ് അല്ല ഹോസ്പിറ്റൽ. ഈസ് നോട്ട് എ പ്ലേസ് ടു എക്സ്പ്രസ് യുവർ നോളജ്, അല്ലെ? നിങ്ങളുടെ ലോക പരിചയം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പറയാനുള്ള സ്ഥലമല്ല. അവിടെ എക്സ്പേർട്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെ സയന്റിഫിക് മോഡ് ഓഫ് ഓപ്പറൻഡി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുറി വൈദ്യം അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണ്ട, ആളെ മാനസികമായിട്ട് കൊല്ലേണ്ടതില്ല എന്നാണ് എൻ്റെ അങ്ങേയറ്റത്തെ വിനീതമായ അഭിപ്രായം. സൈലൻസ് പവർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണ്. അത് എന്തെന്ന് വെച്ചാല്, നമ്മുടെ തീഹാർ ജയിലില് കിരൺ ബേദി എന്ന് പറയുന്ന ഫസ്റ്റ് വുമൺ IPS ഓഫീസർ, ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ IPS ഓഫീസർ
വിപാസന എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ കൊണ്ടുവന്നത്. വിപാസന എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ ആണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ, 164 രാജ്യങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈലൻസ് ബേസ്ഡ് മെഡിറ്റേഷൻ ആണ് ഇത് ഉള്ളത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത ഈ മെത്തേഡ് എന്ന് പറയുന്നത് 11 ദിവസം നിൽക്കുന്ന ഒരു സൈലൻസ് പ്രാക്ടീസ് ആണ്. യു ഹാവ് ടു സറണ്ടർ യുവർ മൊബൈൽ ഫോൺ, യു ഹാവ് ടു സറണ്ടർ നമ്മുടെ ചെയിനും മൊബൈലും എല്ലാം നമ്മൾ അവർക്ക് സറണ്ടർ ചെയ്യണം. നമ്മളെ ഓർണമെന്റ്സ് കൊടുക്കണം, നമ്മുടെ വാച്ച് കൊടുക്കണം, എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കണം. നമുക്ക് ലോകത്ത് ഒരാളോടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. അമ്മയോടില്ല കമ്മ്യൂണിക്കേഷൻ, അച്ഛനോടില്ല, മക്കളോടില്ല, ആരോടും ഇല്ല. നമ്മൾ ടോട്ടലി സറണ്ടർ ടു ദ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു 4:30 നിർബന്ധമായിട്ട് അവർ വരും, മണിയൊക്കെ അടിച്ചിട്ട് അവർ വരും, നമ്മൾ ഉണർത്താൻ ആളുകൾ വരും. ഞാനിത് പങ്കെടുക്കുന്ന സമയത്ത് ഒരു ഫോറിനർ ആയിരുന്നു എന്നെ വിളിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അയാളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ ആലോചിക്കാം. 4:30 അദ്ദേഹം വിളിക്കാൻ വരും. ഈ 4:30 നമ്മൾ എഴുന്നേക്കൂലേ? ഇപ്പോഴത് ശീലമായിട്ടോ. 4:30 നമ്മൾ അത്ര പെട്ടെന്ന് എഴുന്നേക്കില്ല. എന്നിട്ട് അയാൾ ഡോറൊക്കെ തട്ടും. ബെല്ലിൽ എഴുന്നേറ്റില്ലേ ഒരു റൗണ്ട് മറ്റാളുകളെയൊക്കെ വിളിക്കാം. പിന്നെ നമ്മൾ ഡോറ് തട്ടി എഴുന്നേപ്പിച്ച് അയാൾ എന്ത് കൊണ്ടുപോകും. അത് അയാളുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. പിന്നെ അയാൾ എപ്പോഴും ഇങ്ങനെ നടക്കും. ഈ നമ്മുടെ ക്യാമ്പസിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നടക്കും. ആരെങ്കിലും ഇവിടുന്ന് സംസാരിക്കുന്നുണ്ടോന്ന് ഒരു ലൈക്ക് എ വാച്ച് ഡോഗ് പോലെ ഇങ്ങനെ ഈ 11 ദിവസം ഈ ഫോറിനർ ഞങ്ങൾ ഈ 10-30 പേരെ ചുറ്റും നടക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ സൈലന്റ് ആയിട്ട് നേച്ചർ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ സെൻസേഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ആദ്യം കുറച്ച് ദിവസം പ്രയാസം ഉണ്ടാവുമെങ്കിലും പിന്നീട് നമുക്ക് ഈ ഫോക്കസിന്റെ ഒരു പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ സൈലൻസ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മോഡ് ഓഫ് ഓപ്പറൻഡി തിഹാർ ജയിലില് കിരൺ ബേദി നടപ്പാക്കിയതോട് കൂടിയിട്ട് വലിയ പരിവർത്തനങ്ങൾ അവിടെയുള്ള അത്രയും എന്താ പറയുക, നൊട്ടോറിയസ് ക്രിമിനൽസിന് പോലും കോംപ്രിഹെൻസീവ് ഹോളിസ്റ്റിക് ചേഞ്ചസ് ആണ് ഈ വിപാസന മെഡിറ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അറിയാം. ഈ കാര്യങ്ങള് നമ്മൾ ശരിക്കും നമുക്കിത് ഒബ്സർവ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ പല സ്ഥലങ്ങളിലും നിങ്ങൾക്കൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം. നിങ്ങൾ സ്നേഹം കാണിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ ആളുകളോട് സംസാരിച്ച സമയങ്ങളിലൊക്കെ അവിടെ എന്ത് നടന്നിട്ടുണ്ട്? ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? അതെ, ബ്രേക്ക് ആവുന്നുണ്ട് സർ. കേൾക്കുന്നില്ല. സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സർ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിരുന്നോ സർ? സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. Is it okay now? ഓക്കെ ആണ് സർ. ഓക്കെ ആണോ? ഓക്കെ. ഞാൻ ലാപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ക്ലിയർ ആയില്ലേ? ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ആക്കി. ലാപ്പിന് വേണ്ടി ഞാൻ ഇടയ്ക്ക് ഒന്ന് ശ്രമം നടത്തിയിരുന്നു, അതാണ്. ഓക്കെ, ഇസ് ഓക്കെ നൗ? ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേൾക്കുന്നില്ലേ? ഇസ് ഇറ്റ് ഓഡിബിൾ നൗ? യെസ് ഇറ്റ് ഈസ്. ജീസസ് ക്രൈസ്റ്റ് അന്ന് ഈ നമ്മുടെ ഈ എന്തുണ്ടായിരുന്നില്ല, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വലിയൊരു മാസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്ത് ഒരു കുന്നിന്റെ മുകളിൽ ഇരുന്നിട്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ഗിരിപ്രഭാഷണമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആയിരക്കണക്കിന് ആളുകൾ അഡ്രസ്. ഇന്നത്തെ പോലെ സ്പീക്കർ ഇല്ല, നമ്മൾ ഈ പറഞ്ഞ ഒരു സൗകര്യങ്ങളും ഇല്ല, മോഡേൺ ടെക്നിക്സ് ഒന്നും ഇല്ലാതെ ജീസസ് തന്റെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യാണ്. അവിടെ കുറച്ച് പിന്നെയും ബ്രേക്ക് ആയി പോകുന്നുണ്ട് കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ല, ബ്രേക്ക് ആയി പെട്ടാ വരുന്നത്. സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് പിന്നെയും. സർ ശ്രദ്ധിക്കുന്നില്ല.
കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്ന് എന്റെ വീഡിയോ ഓഫ് ചെയ്താൽ ചിലപ്പം ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നു ചിലപ്പോ തോന്നുന്നു. ഓക്കെ, അത് ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഓഫ് ചെയ്തോ? Yes, sir. ഓക്കെ, ഇസ് ഇറ്റ് ഓഡിബിൾ നൗ? Now Yes, it's sir. okay, sir. യെസ്, നൗ ഇറ്റ്സ് ബെറ്റർ. അവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാതെ ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്തു? ജീസസ് ക്രൈസ്റ്റ് തന്റെ ഗിരിപ്രഭാഷണങ്ങൾ വഴി 10,000-കണക്കിന് ആളുകളുടെ അന്ന് അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ മികവാണ് എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. പകരം അദ്ദേഹത്തിന്റെ പവർ ഓഫ് ദ മൈൻഡ്, ദ പവർ ഓഫ് സൈലൻസ് ആയിരിക്കണം. അങ്ങേയറ്റത്തെ ത്യാഗ മനസ്ഥിതി ആയിരിക്കണം ആളുകൾ അതിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. പറയുന്ന കാര്യം മാത്രമാണ്, അത് വേറെ വിശുദ്ധമായ കാര്യങ്ങളാണ്. അതിലും അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് അതിന്റെ മൈൻഡ് പവർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതിശക്തമായ മെഡിറ്റേഷനും മെഡിറ്റേറ്റീവ് മൈൻഡ് ആയിരിക്കണം ഇത്രയും വാസ്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് വീണ്ടും പ്രൊഫറ്റ് മുഹമ്മദിലേക്ക് പോവുകയാണെങ്കിൽ നോക്കാം. പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗുഹയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ് ആണ്. ഇത് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സംസാരത്തെക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമ്മുടെ പ്രയറും മെഡിറ്റേഷനുമാണ്. അപ്പൊ മെഡിറ്റേഷൻ നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മൾ അപാരമായ എന്തുണ്ടാക്കുന്നുണ്ട്? മാറ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മള് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. മെഡിറ്റേഷൻ വലിയ അത്ര ഒരു കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ, സൈലൻസ്. അതിനെ കുറിച്ചിട്ട് അധികം നമുക്ക് വാചാലം ആവണ്ടല്ലോ. സൈലൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ആക്സസ് കുറച്ചുകൂടി കൂടും. ആളുകൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ വെറുതെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല്, നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇമ്പോർട്ടൻസ് നമ്മൾ തന്നെ കളിയാണ് ചെയ്യുന്നത്. നമ്മളെ ഇമ്പോർട്ടൻസ് വാക്കിലൊന്നുമല്ല. സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക തന്നെ വേണം. എന്നിരുന്നാലും സൈലൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ സൈലൻസ് ഒറ്റ കാര്യമുള്ളൂ, സൈലൻസ് നമ്മളിൽ അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം അത് ലോകത്ത് ഒരുപാട് ആളുകളിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് അല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒറ്റ കാര്യമാണ്, ആൻഡ് ഓൺലി തിങ് ഐ ക്യാൻ സജസ്റ്റ് യു, ദാറ്റ് ഈസ് ടു പ്രാക്ടീസ് മെഡിറ്റേഷൻ. അല്ലെ, ഡെഫിനറ്റ്ലി യു ക്യാൻ സീ വണ്ടർ, മിറാക്കിൾ വിൽ ഹാപ്പൻ. അത്ഭുതം ഉറപ്പായിട്ട് സംഭവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ, മൗനമായിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സമീഷ എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട് എറണാകുളത്ത്. സമീഷ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സമീഷ. സമീഷ എന്ന് പറയുന്ന അവിടെ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ മൈ ഫ്രണ്ട് ഷൗക്കത്താണ്. 3 ദിവസത്തെ മൗനപൂർവ്വം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. എറണാകുളത്താണ്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ തരാം, ഷൗക്കത്തിന്റെ. അവിടെ പോയിട്ട് മനസ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 11 days പറ്റില്ലെങ്കിൽ, അവിടെ ഇത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. വിപാസന വെരി സ്ട്രിക്റ്റ് ആണ്, ഒന്ന് തിരിയാൻ സമ്മതിക്കില്ലെങ്കിൽ. ഇവിടെ നമുക്ക് ഷൗക്കത്ത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്, അവിടെയും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടുനിന്ന നിങ്ങളുടെ ആ നല്ല മനസ്സിനും നിങ്ങളുടെ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. യെസ്, സൈലൻസ് ഇസ് ഗോൾഡൻ. സൈലൻസിന്റെ ആ ഒരു പവർ വളരെ ക്ലിയർ ആയിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസും അങ്ങനെയുള്ള പല തിരുക്കുറളിന്റെ കാര്യവും പല റെഫറൻസിൽ കൂടി നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഡെഫിനറ്റ്ലി നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സൈലൻസ് ആയിട്ടിരിക്കുന്നതിന് നല്ല ശക്തിയുണ്ട് തീർച്ചയായിട്ടും. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ ബെനിഫിറ്റ്സും ഒക്കെ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്.
Good presentation. ഗുഡ് മോർണിംഗ് ബിജു സർ. മോർണിംഗ് മാം. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഓൾറെഡി സുസൻ മാമിന്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യാണ്. സൈലൻസ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഫോർ എ നോർമൽ ഹ്യൂമൻ ബീങ്. സൈലന്റ് ആയിട്ട് ഒരു മൂമെന്റ് കിട്ടിയാൽ നമ്മൾ വായി തുറക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. എനിത്തിങ് നമ്മളത് അതിന് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയണ മാതിരി വി ഓൾവേസ് ട്രൈ ടു റിയാക്ട് റാദർ ദാൻ റെസ്പോണ്ട്. ആ റെസ്പോണ്ട് റിയാക്ടൽ വേർഡ് ഇത്രയും നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഇത് ഈ തിരുക്കുറൽ ഏത് ഭാഷയിലും അതിൻ്റെ ആയിട്ട് എല്ലാ ലാംഗ്വേജസിലും ഉണ്ട് സർ. ഈ മാതിരി ഇൻഫോർമേറ്റീവും നമ്മളുടെ നോളേജിന് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ എഡ്യൂക്കേഷൻ ത്രൂ അത് കിട്ടുന്നില്ല. പിന്നെ ഉള്ള കാര്യം റിലിജൻ. ഇപ്പൊ സർ റിലിജനു പറഞ്ഞു, എല്ലാ റിലിജനും സെയിം ആണ്. വാട്ട് ദേ ട്രൈ ടു ടീച്ച് ഈച്ച് പേഴ്സൺ ഇസ് സെയിം. ബട്ട് സൊസൈറ്റിയിൽ ആ റിലിജൻ വെച്ചിട്ട് മിസ്യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ട് സൈലൻസിനെ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എനിവേ ഇറ്റ് വാസ് എ വെരി വെരി informative, impressive session, sir. Thank you, sir. We need more classes from you. Thank you. Hello, good Thank morning, you. sir. ഷൈജില മാം പറഞ്ഞോളൂ. Good morning, sir. മോർണിംഗ് മോർണിംഗ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് തന്നെയാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന്റെ അടുത്ത്, അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നപ്പോ അല്ലേ, ഒരിക്കൽ കൂടി വരാനായിട്ട്. അപ്പൊ അങ്ങനെ വീണ്ടും ചെയ്തതിന് വളരെയധികം താങ്ക്സ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ കുറെ നമുക്ക് അറിയാതിരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട് പുതിയ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിപാസന എന്ന് പറഞ്ഞ. പിന്നെ ഇപ്പൊ എന്താ എറണാകുളത്തുള്ളത് പറഞ്ഞത്? മൗനം. സാറിന് ഓഡിബിൾ എല്ലാം തോന്നുന്നു. സാറിന് ക്ലിയർ ആണല്ലോ. അതെന്തായിരുന്നു മാം? സമീഷ എന്നോ മറ്റോ പേര് പറഞ്ഞു. ഷൗക്കത്ത് എന്നും പറഞ്ഞ ഒരാള് നടത്തുന്ന എന്താണ് സംഭവം. എന്തോ പറഞ്ഞില്ല, എന്തായിരുന്നു? ഈ ഷൗക്കത്ത് എന്ന് പറയുന്നതേ ബുക്കുകളൊക്കെ എഴുതുന്ന ആളാണോ? ആള് ബുക്സ് എഴുതാറുണ്ടോ? അതെ അതെ അതെ. എന്റെ നാരായണ ഗുരുകുലത്തിൽ എന്റെ സുഹൃത്തായിട്ടുണ്ടായിരുന്നു ഊട്ടി നാരായണ ഗുരുകുലത്തിൽ. ഞാൻ വായിച്ചിട്ടുണ്ട്, ആളുടെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്. അവിടെ 11 ദിവസത്തെ അല്ലാതെ വേറെ 3 days. 3 days അവിടെ 3 ഉണ്ട്. days. അവിടെ പോയി താമസിക്കാണോ? അവിടെ പോയി താമസിച്ച് വീണ്ടും ബ്രേക്ക് ആവുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഹിയർ യു പോലെ തന്നെ ആയിരിക്കും അല്ലേ? അതെ, നേരത്തെ അതേ സിസ്റ്റം ആയിരിക്കാം. നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആയിരിക്കാം, മൗനമായിട്ടിരിക്കുക എന്നുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. നമുക്ക് ഒരുമിച്ച് പോയാലോ ഷെജില മാം? കേൾക്കുമ്പോ പോയി ചെയ്യാന്നൊക്കെ ഒരു അതന്നെ, നമുക്ക് പോയൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ല. നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ മെഡിറ്റേഷൻ അങ്ങനത്തെ ഒക്കെയാണ് ഉള്ളതല്ലേ? അതെ അതെ. എനിവേ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഇടണേ. അതാണ് ഇവിടെ മെസ്സേജിലല്ല, ഗ്രൂപ്പില്. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ആള് ബുക്സുകളൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. ആളുടെ അതെ, യെസ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്റെ അടുത്ത കൂട്ടുകാരനാണ്.
ഒരുമിച്ച് ഞങ്ങൾ നാരായണ ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നു. ഊട്ടി നിത്യയുടെ ഡിസൈപ്പിൾസ് ആണ്. മലയാളത്തിലായിരിക്കും അല്ലേ സർ? ഈസ് എ കേരളൈറ്റ്. അല്ല, ട്രാൻസ്ലേഷൻ ഉണ്ടാവോ? മലയാളത്തിലായിരിക്കും എന്ന് ചോദിച്ചത്. മലയാളമാണ്, പ്യൂർലി മലയാളം. ട്രാൻസ്ലേഷൻസ് ഇല്ല? ട്രാൻസ്ലേഷൻ അയാള് ഹി ക്യാൻ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ് ഒക്കെ പറ്റും. പിന്നെ ഇത് അല്ല, പ്യൂർലി ബുക്സിന്റെ കാര്യം ചോദിച്ചത്. ബുക്സ് മലയാളം അല്ലേ? മലയാളം തന്നെയാണ്. എനിക്ക് മാമിന് ഏത് ലാംഗ്വേജിലാണ് വേണ്ടത്? ഏത് ലാംഗ്വേജിലാണ് വേണ്ടത്? ഇംഗ്ലീഷ് വിൽ ബി ബെറ്റർ. ഇംഗ്ലീഷ് ഐ റെക്കമെൻഡ് ഗുരുനിത്യ ചൈതന്യതി. മോസ്റ്റ് ബുക്സ് ആർ ഇൻ ഇംഗ്ലീഷ്. സർ ഒന്ന് ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാലേ, ഇഫ് yes, sir. ഇൻട്രസ്റ്റഡ് പീപ്പിൾ ക്യാൻ. ഓക്കെ, ഷുവർ. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന് ഇനി ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആരും പറഞ്ഞല്ലോ ഇപ്പൊ. എന്തോ ഒരു ശബ്ദം കേട്ടു, ആരാ പറഞ്ഞെന്ന് മനസ്സിലായില്ല. എനിവേ ഇനിയും കമന്റ് ഫീഡ്ബാക്ക് ഇതിൽ ഇടുമായിരിക്കും ഗ്രൂപ്പില്. അതെ, എല്ലാവരും ഗ്രൂപ്പില് ഫീഡ്ബാക്കുകൾ ഇടാട്ടാ. നമ്മളിപ്പോ ഫീഡ്ബാക്കുകളൊക്കെ ഭയങ്കര കുറഞ്ഞുണ്ട്. എല്ലാവരും സഹകരിക്കുക. അപ്പോഴാണ് മറ്റുള്ളവർക്കും ജോയിൻ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടാവുക. താങ്ക് യു സോ മച്ച് ഓൾ. ഓക്കെ, യെസ്, താങ്ക് യു. താങ്ക് Thank യു, you, താങ്ക് sir. യു. ഹാവ് എ ഗുഡ് ഡേ Thank you, sir. എവരിവൺ. Yes, മാം all a good day. You said something? What did you say? സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എനിക്ക് വേറെ മെഡിറ്റേഷന്റെ ക്ലാസ് ഉണ്ട്. അത് Okay. shall I move? Yeah, we are stopping anyway. We are winding up. Thanks. Okay, thank then. you. Bye.